നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിലെ ഫൈസാബാദ് മണ്ഡലത്തിലെ ബിജെപിയുടെ പരാജയ കാരണം വിലയിരുത്തുന്നതിന് UP ക്യാബിനറ്റ് മന്ത്രിമാരായ സൂര്യ പ്രതാപ് ഷാഹിയും ജയ്സ്വീർ സിംഗും ഒരു അവലോകന യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ ഉണ്ടായ നാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാറും അയോധ്യയിലെ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിലെ പൂജാരിയായ മഹന്ത് രാജു ദാസും തമ്മിലായിരുന്നു വലിയ വാക്കേറ്റമുണ്ടായത്. ജില്ലാ ഭരണകൂടം അയോധ്യയിലെ ജനങ്ങൾക്ക് സ്ഥലം ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയതാണ് ഇവിടെ BJP പരാജയപ്പെടാൻ കാരണം എന്നായിരുന്നു ഈ മഹന്ത് രാജു ദാസ് പറഞ്ഞത്. പാർട്ടി പ്രവർത്തകരെ അല്ല, മറിച്ച് ജില്ലാ മജിസ്ട്രേറ്റിനെ വേണം ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇതിന് പ്രതികാര നടപടി എന്നോണം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി കൂടിയായ ഈ മഹന്തിന്റെ പോലീസ് സുരക്ഷ ഉൾപ്പെടെ നിലവിൽ ജില്ലാ ഭരണകൂടം പിൻവലിച്ചിട്ടുണ്ട്. തനിക്ക് ജീവന് ഭീഷണി ഉണ്ട് എന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് സുരക്ഷ നൽകിയത്. പക്ഷേ രാജുദാസ് ആളുകളെ ഭീഷണിപ്പെടുത്താൻ ഒപ്പമുള്ള പോലീസുകാരെ ദുരുപയോഗം ചെയ്യുന്നതായുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചു എന്നാണ് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ നിതീഷ് കുമാർ പറയുന്നത്. എന്തായാലും മഹന്ത് രാജുവിനെ യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം അവിടേക്ക് എത്തുകയായിരുന്നു, തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയായിരുന്നു. ഫൈസാബാദ് ലോക്സഭാ സീറ്റിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ അയോധ്യ ദസറിൽ മാത്രമാണ് BJPക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചത്. മഠങ്ങളും മഠാധിപതികളും ഒക്കെ നിർണായക ശക്തിയാകുന്ന UP രാഷ്ട്രീയത്തിൽ മഹന്തിനെ അനുനയിപ്പിക്കാൻ BJP രംഗത്തിറങ്ങുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.